നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ കുറച്ച് സമയത്തിനകം അങ്ങോട്ടേക്ക് എത്തിക്കോളാം. അത് കേട്ടതും ഗീത ദേഷ്യത്തോടെ കാറിൽ നിന്നും ഇറങ്ങി. ഞങ്ങളെല്ലാം പോയിട്ട് നിനക്കിവിടെ എന്താണ് ചെയ്യാനുള്ളത്? അകത്ത് നിന്ന് വയറ് നിറച്ച് കിട്ടിയൊന്നും പോരെ? ഇത്രയും വലിയൊരു ഷോപ്പിലേക്ക് കൊണ്ടുവന്നതും പോരാ, മനുഷ്യനെ തൊലിയുരിച്ചു. ഇനി ഇവിടെ എന്ത് ചെയ്യാനാ? അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ കുറച്ച് പച്ചക്കറി വാങ്ങാൻ വേണ്ടിയാണ് പോകുന്നത്. രാത്രി ഡിന്നറിന് വീട്ടിലൊന്നുമില്ല, ആദിത്യൻ വിശദീകരിച്ചു. എൻ്റെ ഗീത, അവൻ എവിടേക്കെങ്കിലും പോയി വരട്ടെ. മാർക്കറ്റിലേക്കോ ഷോപ്പിലേക്കോ അവൻ എവിടെ പോയാലും നമുക്കെന്താ? നീ കയറ്, നമുക്ക് പോവാം. ജയരാജ് ആദിത്യനെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു. ഗീത പിന്നെ ഒന്നും പറയാതെ കാറിലേക്ക് തന്നെ കയറി. ആവണിയുടെ മനസ്സിൽ അപ്പോഴും അവൾ അവിടെ കണ്ട ആ വില കൂടിയ നെക്ലേസ് ആയിരുന്നു. അവർ പിന്നെ വേഗം തന്നെ അവിടെ നിന്നും വീട്ടിലേക്ക് പോയി. ആദിത്യൻ അവർ പോകുന്നത് നോക്കി നിന്നു. അവരുടെ കാർ അവിടെ നിന്നും അപ്രത്യക്ഷമായതും അവൻ ഷർട്ടിന്റെ സ്ലീവൊക്കെ ഒന്ന് മടക്കി വെച്ച് നിവർന്നു നിന്നു. എന്നിട്ട് ഗൗരവത്തോടെ തിരികെ ആ ജ്വല്ലറി ഷോപ്പിലേക്ക് തന്നെ കയറി. അവിടെ അപ്പോഴും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സെയിൽസ്മാൻമാർ കസ്റ്റമേഴ്സിനെ നോക്കുന്ന തിരക്കിലാണ്. അപ്പോഴാണ് ഒരു സെയിൽസ്മാന്റെ കണ്ണ് ആദിത്യനിൽ പതിഞ്ഞത്. അയാൾ കൗണ്ടറിൽ നിന്നും ഇറങ്ങി നേരെ അവന്റെ മുമ്പിലേക്ക് ചെന്ന് നിന്നു. എടോ, ഇപ്പോൾ ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്ന സമയമാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തു പോകണം. അപ്പോൾ ആദിത്യൻ വളരെ ആത്മവിശ്വാസത്തോടെ അയാളോട് പറഞ്ഞു. ആദ്യം ആ 12 ലക്ഷത്തിന്റെ നെക്ലേസ് ഇങ്ങോട്ട് എടുക്കുക, ഞാനത് വാങ്ങാൻ പോവുകയാണ്. ആദിത്യന്റെ സംസാരം കേട്ട് അവിടെ നിന്നവരെല്ലാം ചിരിക്കാൻ തുടങ്ങി. കടയുടമയും അത് കേട്ടുകൊണ്ട് അവിടേക്ക് നടന്നു വന്നു. അയാൾ പരിഹാസത്തോടെ പൊട്ടിച്ചിരിച്ചു. നീ നെക്ലേസ് വാങ്ങാൻ പോവുകയാണെന്നോ? കൊള്ളാം. അവിടെ നിന്ന സെയിൽസ്മാനും ആദിത്യനെ പുച്ഛത്തോടെ നോക്കി. ബോസ്, ഇവൻ ഇവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം തലക്കടിയേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും പൊട്ടിച്ചിരിച്ച് ആദിത്യനെ നോക്കി. പക്ഷെ അവൻ അതേ നിൽപ്പ് തന്നെ തുടർന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ എല്ലാം ചിരി കഴിഞ്ഞെങ്കിൽ നമുക്ക് ബിസിനസ്സിലേക്ക് കടക്കാം. എന്നാൽ സെയിൽസ്മാൻമാർ അപ്പോഴും അത് വിശ്വസിച്ചില്ല. ഓ കമോൺ, നിനക്ക് ശരിക്കും അത് വാങ്ങണോ? അതൊക്കെ നിന്റെ റേഞ്ചിനും എത്രയോ മുകളിലാണ്. എന്റെ റേഞ്ച് എന്താണെന്ന് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ഞാനിപ്പോൾ വന്നത് ആ നെക്ലേസ് വാങ്ങാനാണ്, അല്ലാതെ നിങ്ങൾ എന്റെ സ്റ്റാറ്റസിന് മാർക്കിടാൻ നിൽക്കണ്ട. അപ്പോഴേക്കും കടയുടമയുടെ ക്ഷമ നശിച്ചിരുന്നു. അയാൾ തന്റെ സെക്യൂരിറ്റിയോട് അലറി. നോക്കി നിൽക്കാതെ ഇയാളെ പിടിച്ച് പുറത്താക്ക്. ആദിത്യന്റെ തൊട്ടടുത്ത് നിന്ന സ്റ്റാഫ് അവനോട് പറഞ്ഞു. നിന്നെ ഇവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അവൻ കൊണ്ടുപോവുക. ഞങ്ങളുടെ ഷോപ്പിന് ഇവിടെ നല്ല പേരാണുള്ളത്. എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. പിന്നെ നിനക്കെന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് പറഞ്ഞു തരാൻ പോലും പറ്റില്ല. ഇവിടുത്തെ സെക്യൂരിറ്റിയും പോലീസും എല്ലാം നിന്നെ തല്ലി ചതയ്ക്കും. വെറുതെ ഈ ശരീരം കേടുവരുത്തണോ? അപ്പോഴേക്കും ആദിത്യൻ പോക്കറ്റിൽ നിന്നും തന്റെ ഫോൺ എടുത്തു. അവൻ പിന്മാറാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. അവൻ ഫോണിലൂടെ സംസാരിച്ചു. ഹലോ മൂർത്തിയെങ്കിൽ, ട്രിവാൻഡ്രം ടൗണിലെ ജ്വല്ലറി, ഷോപ്പ് നമ്പർ 104. എത്രയും പെട്ടെന്ന് വരണം. ഞാൻ നിങ്ങൾക്ക് 10 മിനിറ്റ് സമയം തരാം. അതും പറഞ്ഞ് മൂർത്തി കോൾ കട്ട് ചെയ്തു. അവന്റെ സംസാരം കേട്ട സെയിൽസ്മാൻ ചിരിച്ചുകൊണ്ട് അവന്റെ തോളിൽ കൈവച്ച് ചോദിച്ചു. ആർക്കാണാവോ നീ വിളിച്ചത്? ഏതെങ്കിലും സൂപ്പർ ഹീറോ നിന്നെ രക്ഷിക്കാൻ പറന്നു വരുമോ? എങ്കിലതൊന്ന് കാണണമല്ലോ. ആദിത്യൻ അത് കേട്ട് ചിരിച്ചു. ആരാണ് വരുന്നതെന്ന് നിനക്ക് 10 മിനിറ്റ് കൊണ്ട് മനസ്സിലാവും. സെയിൽസ്മാന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അപ്പോഴേക്കും അവിടെ നിന്ന കസ്റ്റമേഴ്സും അതിലിടപെട്ടുകൊണ്ട് പരസ്പരം അഭിപ്രായം പറഞ്ഞു. ഇവനെ പോലുള്ള ഗുണ്ടകളാണ് നമ്മുടെ നാടിന്റെ ശാപം. നോക്ക്, ഇത്രയൊക്കെ അപമാനിച്ചിട്ടും അവൻ യാതൊരു കൂസലില്ലാതെ നിൽക്കുന്നത് കണ്ടില്ലേ? ഇവനെ കണ്ടാ പറയോ ഇത്ര വലിയ കള്ളനാണെന്ന്? കാണുമ്പോൾ ഒരു മാന്യൻ. ഈ ജ്വല്ലറി ഷോപ്പ് മുഴുവനായിട്ട് വാങ്ങിക്കാൻ നിൽക്കുന്ന പോലെയുണ്ട് ഇവന്റെ ഭാവം. ഷോപ്പിന്റെ പല കോണുകളിൽ നിന്നായി പലവിധ സംസാരങ്ങൾ ഉയർന്നു. 10 മിനിറ്റിനകം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ആകാംക്ഷയും അവരിൽ ചിലർക്കുണ്ടായിരുന്നു. കടയുടമയും അവിടുത്തെ സ്റ്റാഫുകളുമടക്കം ഇടയ്ക്ക് ക്ലോക്കിലേക്ക് നോക്കി. കൃത്യം 10 മിനിറ്റിനകം ആ ഷോപ്പിന്റെ പുറത്ത് വില കൂടിയ കാറുകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു. ആ കാറുകളെല്ലാം അവിടെ നിർത്തിയതും അതിൽ നിന്നും കയ്യിൽ തോക്ക് പിടിച്ച ബോഡി ഗാർഡ്സ് ഇറങ്ങി. എല്ലാവരുടെയും ചെവിയിൽ ബ്ലൂടൂത്തും കയ്യിൽ വാക്കി ടോക്കിയുമുണ്ട്. അവർ പരസ്പരം നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ബോഡി ഗാർഡുകളെ ഒന്നിച്ചു കണ്ടപ്പോൾ അവിടെ നിന്ന് ആളുകൾ അന്തം വിട്ടുപോയി. കടയുടമയും സ്റ്റാഫുകളുമെല്ലാം എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ഒരു ബ്ലാക്ക് കാറിൽ നിന്നും കൃഷ്ണമൂർത്തി പുറത്തേക്കിറങ്ങി. ആ ഷോപ്പിന് നേരെ നോക്കി. എന്നിട്ട് അകത്തേക്ക് കയറി. അയാളുടെ കൂടെ വന്ന ബോഡി ഗാർഡ്സ് എല്ലാവരും ആ ഷോപ്പിന് ചുറ്റും നിരന്നു നിന്നു. മൂർത്തി അവിടെ കണ്ടതും ആളുകൾ പരസ്പരം പലതും പറയാൻ തുടങ്ങി. എന്നാൽ മൂർത്തി അവരെ ഒന്നും ശ്രദ്ധിക്കാതെ ഷോപ്പിനകത്തു നിന്ന ആദിത്യനെ നോക്കി ചോദിച്ചു. പറയൂ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്താണ് ഇത്രയും ചെറിയൊരു ഷോപ്പിൽ നിൽക്കുന്നത്? ആദിത്യനൊന്ന് മൂളി. എന്നിട്ട് പറഞ്ഞു. അങ്കിൾ, ഈ നിൽക്കുന്ന മനുഷ്യൻ എന്റെ സ്റ്റാറ്റസിനെ കുറിച്ച് എന്നോട് ചോദിച്ചു. അതൊന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനാ ഞാൻ വിളിച്ചത്. അതും പറഞ്ഞ് ആദിത്യൻ നേരത്തെ തന്നെ കളിയാക്കിയ സെയിൽസ്മാനെ നോക്കി. കയ്യിൽ തോക്കും പിടിച്ചു നിൽക്കുന്ന അത്രയും ബോഡി ഗാർഡ്സിനെ ഒരുമിച്ച് കണ്ടതും അയാളുടെ ഹൃദയം കൂടുതൽ വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ബോസിനോട് ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? നിങ്ങൾ ആരുടെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളെയും ഈ ഷോപ്പും തന്നെ മുഴുവനായി വാങ്ങാൻ ഇദ്ദേഹത്തിന് 1 മിനിറ്റ് മാത്രമേ എടുക്കൂ. ആളും തരവും അറിയാതെ വിടുവായത്തം പറയുമ്പോൾ അതിന്റെ ഭവിഷ്യത്തും കൂടെ ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. മൂർത്തിയുടെ അലർച്ച ആ കടയിൽ മുഴങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ പുറത്തുനിന്ന കുറച്ചുകൂടി ബോഡി ഗാർഡ്സ് അകത്തേക്ക് കയറി. അവർ കടയുടമയെ ഭയപ്പെടുത്തുന്ന രീതിയിൽ നോക്കി. അവരെ കണ്ടപ്പോൾ ഉടമയുടെ തൊണ്ട വരണ്ടു. മൂർത്തിയുടെ നോട്ടം വളരെ മൂർച്ചയുള്ളതായിരുന്നു. അയാളുടെ സാന്നിധ്യം തന്നെ അവിടെയുള്ളവരെ വിറപ്പിച്ചു.
ആദിത്യന്റെ സ്വാധീനവും ശക്തിയും ഉടമ ഇതിനകം തന്നെ മനസ്സിലാക്കിയിരുന്നു. ആദിത്യൻ കാണാൻ വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും അവനൊരു സാധാരണക്കാരനല്ലെന്ന് എല്ലാ സ്റ്റാഫുകൾക്കും ഇപ്പോൾ മനസ്സിലായി. അതിനിടയിൽ ആദിത്യൻ മൂർത്തിയെ നോക്കി കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. കാര്യം മനസ്സിലായ മൂർത്തി ഉടനെ തന്നെ അടുത്തു നിന്ന സെക്രട്ടറിയെ നോക്കി. അയാൾ നിമിഷങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങി കാറിൽ നിന്ന് ഒരു വലിയ ബാഗുമായി മടങ്ങി. എന്നിട്ട് അത് ആദിത്യന്റെ കൈകളിൽ വെച്ചു. ആദിത്യൻ അത് പതുക്കെ തുറന്ന് ടേബിളിൽ വെച്ചു. അതിനുള്ളിൽ എന്താണെന്ന് കണ്ട അവിടെ നിന്ന് എല്ലാവർക്കും ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. ആ ബാഗിൽ മുഴുവനായും പണം നിറഞ്ഞിരുന്നു. അവരിൽ മിക്കവരും ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര ഉണ്ടായിരുന്നു അത്. കടയുടമയുടെ കാലുകൾ വിറച്ചു. അടുത്ത നിമിഷം അയാൾ ആദിത്യന്റെ കാലിൽ വീണു. എന്നിട്ട് സ്വന്തമായി അടിക്കുന്നത് പോലെ കവിളിൽ തട്ടി. ദയവായി എന്നോട് ക്ഷമിക്കൂ സാർ, ഞാൻ കാര്യമറിയാതെ, പ്ലീസ് സാർ, സോറി, അയാൾ അപേക്ഷിച്ചു. ഓക്കെ. ആദിത്യന്റെ ശബ്ദം ശാന്തമായിരുന്നു. എന്നാൽ ആ ശാന്തതയിലും മുഴങ്ങുന്ന തീക്ഷ്ണതയുണ്ടായിരുന്നു. ശേഷം അവർ അവനെ പരിഹസിച്ച സെയിൽസ്മാന്റെ നേരെ നോക്കി. മിസ്റ്റർ, നേരത്തെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ. നിങ്ങൾക്കിപ്പോഴും എന്റെ സ്റ്റാറ്റസിന്റെ കാര്യത്തിൽ സംശയമുണ്ടോ? ആകെ വിളറി വെളുത്ത അയാളും വിറച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി. സാർ, എന്നോടും ക്ഷമിക്കൂ. ബോധമില്ലാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. സാർ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്റെ കയ്യിൽ ഇത്ര പണമുള്ളതുകൊണ്ടാണോ നിങ്ങൾ ഇപ്പോൾ ഈ ബഹുമാനം കാണിക്കുന്നത്? ആദിത്യൻ പറഞ്ഞത് കേട്ടതും അവിടെ നിന്നവർ ഒന്നും മിണ്ടാതെ തലകുനിച്ചു. അവൻ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് തുടർന്നു. ഇത്തവണ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്ഷമിക്കും. പക്ഷേ നിങ്ങൾ ഇനിയും ഇവിടെ വരുന്ന ആരെങ്കിലും പണത്തിന്റെ പേരിൽ പരിഹസിക്കാൻ തുനിഞ്ഞാൽ നിങ്ങളതിൽ ഖേദിക്കും. ഓർത്തോ? ആദിത്യൻ മറ്റൊരു സിഗ്നൽ കാണിച്ചപ്പോൾ ബോഡി ഗാർഡ്സ് നിലത്ത് കിടക്കുന്ന രണ്ടുപേരെയും അവിടെ നിന്നും പൊക്കി കൗണ്ടറിന് സമീപമെത്തി. കുറച്ചു സമയം മുമ്പ് വരെ പരിഹാസം നിറഞ്ഞ അവരുടെ കണ്ണുകളിൽ ഇപ്പോൾ ആഴത്തിലുള്ള ബഹുമാനം നിറഞ്ഞു. ആദിത്യൻ പിന്നെ അവരോട് ആജ്ഞാപിച്ചു. സാരമില്ല, മനുഷ്യരെ അവരുടെ കയ്യിലുള്ള പണത്തിന്റെ പേരിലല്ല ബഹുമാനിക്കേണ്ടത്. ഒരു തരി പൊന്നു വാങ്ങാൻ വേണ്ടി ഇവിടെ വരുന്നവരും നിങ്ങളുടെ വിലപിടിപ്പുള്ള കസ്റ്റമേഴ്സാണ്. അങ്ങനെ വേണം അവരോട് പെരുമാറാൻ. കേട്ടല്ലോ? ഇനി വേഗം പോയി എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട ആ നെക്ലേസ് കൂടെ കൊണ്ടുവരൂ. ഓക്കെ സർ, സെയിൽസ്മാൻ പെട്ടെന്ന് തന്നെ മറുപടി നൽകി. ആദിത്യന്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവർ ആ നെക്ലേസ് കൊണ്ടുവന്നു. അതിലേക്ക് നോക്കിയപ്പോൾ ആദിത്യന് ആവണിയുടെ മുഖം ഓർമ്മ വന്നു. അവൻ പിന്നെ ഒരു മടിയും കൂടാതെ അവിടെ നിന്നും വിലയേറിയ മറ്റ് നിരവധി ആഭരണങ്ങളും വാങ്ങി. അവൻ പണം ചെലവഴിക്കുന്നത് കണ്ട് കടയുടമയുടെ തല കറങ്ങി. താമസിയാതെ ആദിത്യൻ പുറത്തേക്കിറങ്ങി കാറിനടുത്ത് നിന്നു. മൂർത്തിയെങ്കിൽ ഈ ആഭരണങ്ങളെല്ലാം ശരിയായി പാക്ക് ചെയ്യുക, അവൻ നിർദ്ദേശിച്ചു. ചില വിലയേറിയ സമ്മാനങ്ങളും വാങ്ങണം. നാളെ ആവണിയുടെ കസിന്റെ വിവാഹമാണ്. എന്റെ ഭാഗത്തു നിന്ന് ഇതെല്ലാം അവളുടെ കുടുംബത്തിന് എത്തിക്കുക. ഞാനിവിടെ ഉള്ളപ്പോൾ ആവണിയുടെ തല ആരുടെയും മുന്നിൽ കുനിയാൻ ഞാൻ അനുവദിക്കില്ല. പിന്നെ ഈ നെക്ലേസ് മാത്രം മാറ്റിവെക്കുക. ഇത് നാളെ രാത്രി പാർട്ടിയിൽ വെച്ച് ഞാൻ തന്നെ അവൾക്ക് കൊടുത്തോളാം. അത് കേട്ട മൂർത്തി ഒരു മടിയോടെ പറഞ്ഞു. ശരി കൊച്ചുതമ്പുരാനെ, എല്ലാം അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. പക്ഷേ ഇതെല്ലാം തമ്പുരാന് തന്നെ നേരിട്ട് അവരുടെ കുടുംബത്തിന് കൊടുത്താൽ പോരെ? എന്നിട്ട് അവരോടൊക്കെ ഉള്ള സത്യം അങ്ങ് പറഞ്ഞുകൂടെ? പെട്ടെന്ന് ആദിത്യന്റെ നോട്ടം കഠിനമായി. വേണ്ട അങ്കിളെ, ഇപ്പോൾ അതിനൊന്നും സമയമായില്ല. സമയമാകുമ്പോൾ ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ ആവണിയോട് പറയും. മൂർത്തി ഒന്ന് മൂളി. ഒരുപക്ഷെ അതായിരിക്കും നല്ലത്. പള്ളിക്കൽ കോവിലകത്തിലെ കൊച്ചുതമ്പുരാനാണ് അവരുടെ വീടിലെ മരുമകനെന്ന് ആവണിയുടെ അച്ഛനും അമ്മയും അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ അനുവദിക്കില്ല. വെറുതെ എന്തിനാ പുതിയ പ്രശ്നങ്ങൾ? ആദിത്യൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ ആ വാക്കുകൾ കേട്ട് അവന്റെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥത തോന്നി. ആവണിയെ ഡിവോഴ്സ് ചെയ്തോളാം എന്നാണ് ഇതിനെല്ലാം പകരമായി താൻ കൊടുത്ത വാക്ക്. എന്നാലും അതെങ്ങനെയെന്ന് മാത്രം അവൻ അറിയില്ലായിരുന്നു. മൂർത്തി അവന്റെ ഭാവമാറ്റം ശ്രദ്ധിച്ചു. ആദിത്യൻ എന്തിനാണ് പൂക്കൾ പാകിയ രാജവീതിക്ക് പകരം തനിക്ക് നടക്കാൻ മുള്ളു നിറഞ്ഞ ഒരു പാത തിരഞ്ഞെടുത്തതെന്ന് മൂർത്തിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല. ശേഷം മൂർത്തി ആദിത്യനോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി അവിടെ നിന്ന് പോയി.